ആചാര്യ TV ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. പ്രണയവിരഹം എല്ലാവർക്കും പ്രണയാനന്തരം പ്രണയം, പ്രണയവിരഹം ഒക്കെ അനുഭവിക്കാറുണ്ട്. ഈ പ്രണയവിരഹം അഗ്നിയേക്കാൾ അസഹനീയമാണോ? അഗ്നി എന്ന് പറഞ്ഞാൽ എന്താ? തീയാണ്, ചൂടാണ്. തീ അറിയണമെങ്കിൽ തൊട്ട് നോക്കണം. അഗ്നിയോട് അടുക്കുകയോ അതിനെ തൊട്ടു നോക്കുകയോ ചെയ്യുമ്പോഴേ നമുക്ക് തീയുടെ ചൂട് അറിയുള്ളൂ. അപ്പോഴങ്ങനെയാണെങ്കിൽ ഈ പ്രണയവിരഹം പറയപ്പെടുന്നുണ്ട്, പ്രണയവിരഹം അഗ്നിയേക്കാൾ അസഹനീയമാണെന്ന്. അഗ്നി തൊട്ട് കഴിഞ്ഞാൽ കൈ പൊള്ളും, അതുപോലെ പൊള്ളുന്ന ഒരു അവസ്ഥയാണ് പ്രണയവിരഹം എന്നാണ് പറയുന്നത്. അഗ്നിയുടെ താപം അറിയണമെങ്കിൽ അതിനെ നമ്മൾ സ്പർശിച്ചു നോക്കണം. എന്നാൽ വിരഹത്തിലുള്ള അഗ്നി അങ്ങനെയല്ല. വിരഹം കൊണ്ടുണ്ടാകുന്ന അഗ്നി, പ്രണയിക്കുന്നവർ തമ്മിൽ വിരഹം വരുമ്പോൾ അതിലുള്ള അഗ്നി എന്ന് പറയുന്നത് ഈ തൊടുമ്പ പൊള്ളുന്ന അഗ്നി പോലെയല്ല, മറിച്ച് പ്രണയിക്കുന്നവർ തമ്മിൽ അകലാനിടയായാൽ കാമജലത്താലുള്ള വിരഹതാപം, കാമജലത്താലാണ് പ്രണയം എന്ന് പറഞ്ഞാൽ തന്നെ കാമമാണ്, അതിലുള്ള ആ ജ്വരത്താലുള്ള താപം, വിരഹം കൊണ്ടുണ്ടാകുന്ന താപം, ചൂട്, അത് അവരെ ചുട്ടരിക്കാൻ പോരുന്ന, പ്രണയകമിതാക്കളെ ചുട്ടരിക്കാൻ പോരുന്ന തരത്തിലുള്ള ഒരു ശക്തി ആർജിച്ചതാണെന്ന് സാരം. അപ്പൊ അതുകൊണ്ട് അഗ്നിയേക്കാളും അസഹനീയമാണ് ആ വിരഹം എന്നാണ് സംഹിതയിലൊക്കെ പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ വിരഹത്തിന് തീയിനേക്കാൾ ചൂട് ഏൽക്കാം എന്ന് പറയുന്നു.